രാവിലെ 4 മണിക്ക് പെരന്ന് പോന്നിട്ട് ശ്രീലങ്കയിൽ വന്ന് കിടന്ന് നേരെ പിക്കപ്പിന്റെ ബാക്കില് ഞങ്ങളെ അപ്പൊ അതിൽ കുറെ ബെഡും സാധനം ഉണ്ട്. നമുക്കറിയില്ലത് നമ്മളെ ബെഡാണെന്നൊന്നും. വലിയ 45 വർഷം കൊണ്ടുവരുന്ന ഹോട്ടല് 2 കൊല്ലം കൊണ്ട് കൂട്ടിയിട്ട് ചാക്കോല് കൊടുത്ത് ചാക്ക് ആ സ്വപ്നങ്ങളായിട്ട് നേരെ ആട്ട തുണിമുപ്പായിട്ട് നേരെ പോണാണ്. റൂമ് കണ്ട് കയറിയ പാക പോകാം. 17 ആള് ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഒന്നും മൂപ്പര് അംഗീകരിച്ചില്ല. അങ്ങനെ ഒറ്റയാനായിട്ട് ഞാനിങ്ങനെ കുറെ ആൾക്കാർ ചോദിക്കണ്ടല്ലോ നിങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണ് എന്തെങ്കിലും വരുമാനം? മറക്കാൻ പറ്റാത്ത സംഭവം എന്ന് പറഞ്ഞാല് എന്റെ കല്യാണമാണ്. നാട്ടില് 35,000 റുപ്യ കല്യാണം കഴിച്ചത്. നാവിലെ കഥ ഉള്ള ആൾക്കാർ മെയിൻ ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കമന്റ് കാരണം നമ്മൾ പാര വെക്കാനും ആൾക്കാർ ഇഷ്ടം പോലെ പൈസ കൊടുക്കാനുള്ള ഷാർജി കൊണ്ട് ഇത് വിറ്റാൽ മതിയല്ലോ. അപ്പൊ അവരാരും വിമർശിക്കണില്ലല്ലോ. അവിടുന്ന് അങ്ങണ്ട് യാതന. പിന്നെ നീ ബാക്കി പറയണ്ടല്ലോ. നമ്മളിപ്പോൾ ഫുജൈറയിലേക്ക് എത്തിക്കാണ്. ഇവിടെ ഹമീദ് ഉണ്ട്, ഹമീദ് കുറ്റൂര്. പുള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് സഹായം ചെയ്യുന്നൊരു ആളാണ്. ഇവിടെ ഇതാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. ഹമീദ് എന്താ റെഡി? ഇതെന്താണ് കുറെ സാധനം ഉണ്ടല്ലോ. ഓക്കെ, ഈ ഒരു ഡബ്ബ നിർത്തണല്ലേ? ഒരു കുട്ടികൾക്ക് ആടാനുള്ളൊരു സംഭവമുണ്ട്, ഒരു സൈക്കിളുണ്ട്. കുട്ടികളുടെ ചെറിയൊരു ബാധപ്പാണ് ഈ കാണുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ആയിട്ട് കാണാം, ജീവിതത്തിൽ നടന്ന് കാണാം. പക്ഷെ ഇതിങ്ങനെ ഇതാക്കിയപ്പോൾ മനസ്സിലായി ഇത് ഇങ്ങനത്തെ ഒരു സംഭവമാണെന്നുള്ളത്. കാരണം ഇങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് ഇടയ്ക്ക് കിട്ടലുണ്ട്. വലിയ ഐഡിയ ഇല്ല എങ്ങനെയാണെന്നുള്ളത്. അതന്നെ സംഭവം. അമീത് ഇവിടെ താമസം ഇവിടെ ഇപ്പോ? ഇവിടെ തന്നെ. സ്ഥലത്തിന്റെ പേരെന്താ ശരിക്കും? ഇത് അസന്ദിപ്പ, ഷാർജന്റെ സ്ഥലം ആണല്ലേ. ഞാൻ കണ്ടതുകൊണ്ടുള്ള ഒരു എക്സൈറ്റ്മെന്റിൽ അതുകൊണ്ട് ഫിക്കറാണ്ട് പോയിട്ട് ചെയ്യാം. സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, വിചാരിക്കാതെ ഉണ്ട് വിളിക്കണം, വിളിച്ചിട്ടൊക്കെ വരാന്ന് വിചാരിച്ചു. ഞാൻ അസംസ്കരിച്ചാല് പിന്നെ ഇങ്ങനെ ഇങ്ങനെ തല മിന്നി നോക്കും. എന്തെങ്കിലുമൊക്കെ കിട്ടിയാല് ഫുള്ള് സെറ്റ് ആക്കാല വിചാരിച്ചിട്ട്. ഇൻഷാല്ലാ ഞാൻ ഏതായാലും ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. അതല്ലേ എവിടെ താമസം ഇവിടെ തന്നെ അല്ലേ? ആയിക്കോട്ടെ, ഓക്കെ ഓക്കെ. അപ്പോൾ വെക്കുന്ന അപ്പോൾ ഇതാണ് നമ്മളെ ഹമീദൊക്കെ താമസിക്കുന്ന സ്ഥലം. ഹമീദ് മാറ്റിയാ? ഓക്കെ, മാറ്റി അടിപൊളി കുട്ടപ്പനായിട്ടുണ്ട്. തെറ്റാണ് മൈക്കച്ചാലോ. ഓക്കെ, ഇതേതാ സ്ഥലം ഹമീദ്? അപ്പോൾ ഹസന്ദീപ ഷാർജന്റെ സ്ഥലമാണല്ലേ? ഈ പള്ളിയപ്പോൾ ഏതാ? പള്ളിയല്ലേ? പള്ളിന്റെ സ്ഥലം അത്? പള്ളിയുടെ സ്ഥലം. നമുക്ക് ഔക്കാഫ് തന്ന റൂം. ഇവിടെ ആയിട്ട് എത്ര കൊല്ലായി? ഞാനിപ്പോ ഇവിടെ ആയിട്ട് 5ാമത്തെ വർഷം. എന്ത് ജോലി എന്താ ശരിക്ക്? ഞാൻ ഇലക്ട്രീഷ്യൻ വിത്ത് പ്ലംബർ, അതായത് A to Z ഓൾറൗണ്ട് എന്ന് പറയാം. പെയിന്റിന്റെ വർക്ക് ഉണ്ട്, ഇന്റർലോക്ക്, എല്ലാ പരിപാടി എടുക്കും. അതിന്റെ ഒഴിവാക്കണ പരിപാടി ഇല്ല. കാരണം ഇവിടെ 34 പള്ളിയുണ്ട്. ഈ 34 പള്ളിന്റെ മെയിൻ്റെനൻസിൽ 2 ആളുള്ളത്. ഒരു ഹെൽപ്പർ വിത്ത് ഡ്രൈവർ ആയിട്ടുള്ള ഒരാളും പിന്നെ ഞാനൊരാളും. അതിന്റെ കൂടുതൽ തന്നെ വിത്ത് ആംബുലൻസ്. ആംബുലൻസ് ഇവിടെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാല് അവരെ ബോഡി എടുക്കുക, മറിയാൻ കൊണ്ടുപോകും, കുളിപ്പിക്കാൻ കൊണ്ടുപോകും, മറിയാൻ കൊണ്ടുപോകും. അപ്പൊ അതെങ്ങനെ സംഭവം ശരിക്കും? അത് പള്ളിന്റെ കീഴിലാണ്. ആദ്യം ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു. ആ ഡ്രൈവർ പിന്നീട് അത് എന്തോ പ്രശ്നം കാരണം ആ ഡ്രൈവർ പോയി വിടുന്നു. അങ്ങനെ പിന്നെ അവരാരും ഇല്ല. അപ്പോ നമ്മളെ മുദീർ നമ്മളോട് പറഞ്ഞപ്പോ നമ്മള് കാരണം മരിച്ചത് ഏറ്റെടുക്കാന്ന് പറഞ്ഞാല് അതിലപ്പുറം വേറെ ഒന്നും ഇല്ലല്ലോ. അത് സ്വയം ഏറ്റെടുത്ത് പൈസ നോക്കിയിട്ടല്ല, അതിന് പൈസ ഇല്ല, ഒരു ദിറംസ് പോലും കിട്ടൂല. പിന്നെ അതിന്റെ ഇടയ്ക്കുള്ള ടൈമുകളാണ് ഈ ഒരു ഐറ്റംസുകൾ ചെയ്യുന്നല്ലേ. അല്ല, അപ്പോ വേറെ ഇപ്പോ ഒരു എമർജൻസി കേസുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ആംബുലൻസ് പോകില്ല? ഇല്ല, പോകില്ല. മരണം മാത്രം. അതായത് ചിലപ്പോൾ മസാഫി പോയിട്ട് എടുക്കേണ്ട ആവശ്യങ്ങൾ ഉണ്ടാവും. അങ്ങനെ മയ്യത്തെടുക്കണം. മരിച്ചു കഴിഞ്ഞിട്ട് ബോഡി മോർച്ചറിക്ക് മാറ്റിയാൽ മാത്രമേ നമ്മൾ ചെല്ലുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ പോകില്ല. അധികം നമുക്ക് ഇവിടെ വരും, കുറെ ഹോസ്പിറ്റലിൽ തന്നെ ആംബുലൻസ് ഉണ്ടാവില്ല, അതിൽ വരും, വീട്ടിലെത്തും. ആകെ വരാത്തത് എന്റെ ഒരു ഇടക്ക് ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നു. അത് ഒരു ശ്രീലങ്കക്കാർ ലേഡി ഗദ്ദാമാള് ഉണ്ടല്ലോ, അവര് മരിച്ചിട്ട് ആരുമില്ല, അവരുടെ നാട്ടിൽ അയക്കാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അവിടെ എന്തൊക്കെയാ പ്രശ്നങ്ങൾ നടക്കിയത്. അങ്ങനെ ഇവിടെ 6 മാസമായിട്ടും ആരും ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ട് പിന്നെ മസാഫി പോയിട്ട് നമ്മളത് എടുത്തു കൊടുന്ന് ഇവിടെ മറയ്യാൻ കൊടുന്നപ്പോ ഇവിടെ ആൾക്കാർ ആരും ഉണ്ടായിരുന്നില്ല അന്ന്. അങ്ങനെ പിന്നെ മുദീറിനോട് സംസാരിച്ചിട്ട് മരിവിന്റെ നേരത്താക്കിയിട്ട് പിന്നെ നമ്മള് ഫുള്ള് സെറ്റ്. നമ്മളെ മലയാളി ചങ്കുകളും അറബികൾ ഇവിടെ മുദീർ ഇവിടുത്തെ ഒരു വാട്സപ്പ് ഗ്രൂപ്പും അറബികളെ അതിലൊക്കെ പറഞ്ഞ് ഫുൾ ആളായി ഫുൾ സെറ്റ് ഇവിടെ മറയിരുന്നു.
ഓക്കെ. അപ്പൊ അങ്ങനത്തെ അനുഭവങ്ങൾ പിന്നെ മലയാളികളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ എന്താ ഇവിടെ എന്താ ചെയ്യൽ എങ്ങനെയാണ്? ഇവിടെ അധികം നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ പിന്നെ അവിടുന്ന് ആംബുലൻസ് വഴി നേരെ എയർപോർട്ടിൽ പോയി അങ്ങനെ പോകും. ഇവിടെ മറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഷാർജന്റ് ആരെങ്കിലും ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ മലയാളി ആയാലും ഏത് രാജ്യക്കാരായാലും ഇവിടെ മറയുള്ള സൗകര്യങ്ങൾ ഉണ്ടല്ലേ. ഇപ്പോൾ അമീർ ഖാനെ കുറിച്ച് പറഞ്ഞു തരാണെങ്കിൽ, അമീർ ഖാൻ ഞാനൊരു ഇവിടെ വായിച്ചിട്ടുണ്ട് 7ാം ക്ലാസ് പാസ്സായിട്ട് നേരെ UAE വരികയാണ് ഉണ്ടായത്. ആദ്യത്തിൽ അല്ല, ഞാൻ 7ാം ക്ലാസ് സ്കൂൾ നിർത്തി. 8ാം ക്ലാസ് പകുതി വരെ പോയി. 8ാം ക്ലാസ് പാസ്സല്ല, പകുതി ആയപ്പോ നമ്മള് വെല്ലിപ്പാന്റെ ഹോട്ടലും ഫുള്ള് തമർത്തലായി. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ പണിക്കിറങ്ങി നാട്ടില്. എന്തിനു പണിയപ്പോ? ഞാൻ അന്ന് ഫസ്റ്റ് ആയിട്ട് ഇറങ്ങിയ വെല്ലിപ്പാന്റെ ഹോട്ടലിൽ തന്നെ. കാരണം അന്ന് പറഞ്ഞാല് നമുക്ക് സ്കൂൾക്ക് പോകണ്ടെന്ന് പറഞ്ഞ സന്തോഷമല്ല. അപ്പൊ ഇനിയിട്ട് പഠിച്ചിട്ട് കാര്യം പോകണ്ടെന്ന് പെരേന്ന് എല്ലാവരും ഇങ്ങനെ പറഞ്ഞപ്പോള് നമ്മൾ സന്തോഷം. നമ്മൾ ചെറിയ കുട്ടികളല്ല, നമുക്ക് ഇതിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ല. പോകണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ പോവാതെ ഇരിക്കുന്നല്ല നമ്മള് നോക്കല്. അപ്പൊ അങ്ങനെ പിന്നെ പോകണ്ടെന്ന് പറഞ്ഞ് സന്തോഷമായി. ഹോട്ടലിൽ ഹെൽപ്പറായി. പിന്നെ അവിടെ സെറ്റായി 2 വർഷത്തോളം. പക്ഷെ എന്തുണ്ടായത് 2.5 വർഷം കൊണ്ട് വെല്ലിപ്പ 45 വർഷം കൊണ്ടുവരുന്ന ഹോട്ടല് 5 പെൺകുട്ടികളെ കല്യാണം കഴിച്ച് പറഞ്ഞ ഹോട്ടൽ 2 കൊല്ലം കൊണ്ട് കൂട്ടിയിട്ട് താക്കോല് കൊടുത്ത്. ശരിക്കും സത്യം. അതായത് അന്ന് ചെമ്പിന്റെ സ്പൂണാണ് ചായ ഇളക്കണം. ആ സ്പൂണിന്റെ പകുതി തേഞ്ഞിട്ടുണ്ടായിരുന്നു വല്ലിപ്പ ചായ കൊടുത്തിട്ട്. അത് നമുക്ക് പന്ത് കളിക്കാൻ പോകണം. പന്തളി മെയിനാണല്ലോ മലപ്പുറത്ത്. തിരൂര് കുറ്റൂര്. ഉമ്മാന്റെ വീട് പറവന്നൂരാണ്. അവിടെയാണ് നമ്മള് ജനിച്ചത്, അല്ല വളർന്നത്. അങ്ങനെ ജനിച്ചത് അവിടെ തന്നെ. ഞാൻ കടുങ്ങാത്തോണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് പ്രസവിച്ചതെന്ന് ഉമ്മീന്റെ എപ്പോഴും പറയുന്നത്. ഉമ്മാന്റെ വാപ്പയാണ് വല്യപ്പ? വല്യപ്പ ഉമ്മാന്റെ. അങ്ങനെ പിന്നെ അവിടെ സെറ്റ്. അവിടെ വെല്ലിപ്പാക്ക് ആരും ആമക്കൾ ചേർത്തോണ്ട് നമ്മളവിടെ പോയതാണ് വെല്ലിപ്പാനെ നോക്കാൻ. എന്റെ പെങ്ങള് 4 വയസ്സാകുമ്പോ അവിടെ തന്നെ അവളവിടെയാണ്. പിന്നെ ഞാനാണ് പിന്നെ അവൾക്ക് വില്ലനായിട്ട് ഞാനാണ്. അവൾക്ക് സ്വന്തമായിട്ട് റൂമൊക്കെ അത് കുത്തി തുറക്കുക. അവള് രാജകീയായിട്ട് വെല്ലിപ്പാന്റെ സ്വന്തമാണ്. പിന്നെ നമ്മള് അതിഥിയായിട്ട് ചെല്ലല്ലേ. പിന്നെ ആക്രമണമാണ്. സ്ഥലം കൊടുത്തു. പിന്നെ അവള് സ്കൂളിൽ പോകും, ഞാൻ സ്കൂളിൽ പോകണില്ല. കാരണം നിർത്തിയല്ല. പിന്നെ ഞാൻ അവളത് കുത്തി തുറക്കലും താക്കലും അങ്ങനൊക്കെ ഭയങ്കര പരിപാടികളായിരുന്നു. അല്ല, എന്നിട്ടിപ്പം ഈ കട എങ്ങനെ പൂട്ടി? ഈ കട പൂട്ടി പറഞ്ഞാല് അതിന്റെ അടുത്ത് സത്യം പറഞ്ഞാൽ അതിന്റെ അടുത്ത് വേറെ നമ്മള് ഈർച്ചപ്പൊടി ഉണ്ട്. പാറക്കല്ല ടൗണിൽ നിന്ന് ഈർച്ചപ്പൊടി കൊണ്ടുവരും, ഇത് വെക്കും. നമ്മള് രാവിലെ പന്ത് കളിച്ചാൽ ഒരു സോക്കർ അക്കാദമി കൽപ്പാഞ്ചേരി എന്നിട്ട് ടീം ഉണ്ടായിരുന്നു അവിടെ. അതിന്റെ ഗോളി തന്നെയാണ്. അപ്പൊ രാവിലെ അതിന് കോച്ചിങ്ങിന് പോകും. അപ്പൊ തുറക്കാൻ നേരം പോകും. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ടാ തുറക്കുക. അത് കഴിഞ്ഞ് വന്ന് തുറന്നതിന് ശേഷം വൈകുന്നേരം 5 മണിക്ക് എന്തായാലും നിർബന്ധ കളി. അപ്പൊ അപ്പളും പോകും. അപ്പളും ഇവിടെ തുറന്നിട്ട് നമ്മള് പോകും. എന്നിട്ട് തിരിച്ചു വരുമ്പോ ഈ ഈർച്ചപ്പൊടി ആയിട്ടാണ് അടുപ്പുണ്ടാക്കുക. ആ അടുപ്പുണ്ടാക്കിയൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ടാവും. കാരണം അപ്പോ തന്നെ ഈ വെള്ളം പുക കളിയിട്ടുണ്ടാവും. വേറെ പണിക്കാരൊന്നുമില്ല ഇനി? വേറെ പണിക്കാരൊന്നും 5 ഉണ്ടായിന്. 5 ഇന്നെക്കാട്ടും കുരുത്തക്കേടാ, നീരക്കൂല. അങ്ങനെ ആയിട്ട് പിന്നെ അങ്ങനെ ആയി. അങ്ങനെ പിന്നെ അവിടെ അണ്ണന്മാരെ കച്ചവടമായിരുന്നു. പിന്നെ അവിടെ അതിന്റെ അടുത്ത് ആ ടൈമിനാണ് ഈ നെയ്ച്ചോറും ഇറച്ചും 10-10 എന്ന സംഭവം ഇറങ്ങി കുറെ മുന്നേ. അത് ഇറങ്ങി ട്രെൻഡ് ആയപ്പോ ആളുകളെ കണ്ടുപോയി. ഇവിടെ ഞങ്ങളും ഈ ബെഞ്ചും ഡെസ്കൊക്കെ മാത്രമായി. അങ്ങനെ പിന്നെ ഞങ്ങൾ സാധനങ്ങൾ അവർക്ക് വിറ്റിട്ട് വല്യപ്പ പിന്നെ കുറച്ചു കാലം കഴിഞ്ഞ് മരിച്ചു. അല്ല, ഈ പൂട്ടുന്ന സമയത്ത് വല്യപ്പ ഉണ്ടോ? പൂട്ടുന്ന സമയത്ത് വല്യപ്പ ഉണ്ട്. വല്യപ്പ ആദ്യം ഉണ്ടാക്കിയ പൈസ ഒക്കെ ബെഡിന്റെ അടിയിൽ കൊണ്ടുവെക്കുക. അതിന്റെ പെങ്ങളെ കെട്ടിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവെക്കണ പൈസ അതിനിങ്ങനെ ബേക്കറി വാങ്ങാൻ ഇങ്ങനെ 100-200 ആയിട്ട് തരുവായിരുന്നു. അവസാനത്ത് അടി വെറ്റാണെന്ന് കണ്ടപ്പോൾ ഇനി മതി നിർത്തിക്കാളി എന്നാണ് കൂട്ടിയത്. ഉപ്പറ ലാസ്റ്റ് പറഞ്ഞു പൂട്ടുന്ന സമയത്ത് താക്കോല് എടുത്തിട്ട് മൂക്കറൊന്നും പച്ച പാവം അറിയാനില്ല. പിന്നെ എപ്പോഴാണ് ഗൾഫിലെത്തുന്നത്? ഗൾഫിലെത്തുന്നത് 2005-ല്. 2005-ല് ഗൾഫ്. 20 കൊല്ലായി, 19 കൊല്ലായി. അതിലിടക്ക് ഒരു 1.5 വർഷം ഞാൻ നാട്ടിൽ പോയിരുന്നു. അതിന്റെ ഉള്ളില് അതായത് ഫസ്റ്റ് ദുബായിക്ക് എല്ലാരും സ്വപ്നം കാണുന്ന മാതിരി തന്നെ വന്നതാ. വന്നിട്ട് അത്ര അന്ന് ഇത്ര മാത്രം പൈസക്കാരനാന്നുള്ള ചിന്ത ഒന്നുമില്ല. ദുബായിക്ക് വരണം എന്നുള്ള ഒരു ചിന്ത ആ ഒരു കുറച്ച് ടൈം കൊണ്ട് വന്നത്. അപ്പൊ ഞങ്ങൾ വയറിങ്ങിന്റെ പണി ചെമ്പ്ര ഭാഗത്ത് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിസ വരുന്നത്. അപ്പൊ ഒരാളെന്ന് അവിടെ വന്നിരിക്കും. ആ ആള് വന്നിരുന്നിട്ട് ഇങ്ങനെ എന്നും ഇങ്ങനെ വീശിക്കും. അങ്ങനെ കുറെ ദിവസം കഴിഞ്ഞ് മൂപ്പര് ചോദിച്ചു, ഇങ്ങനെ വിസ ഉണ്ട്, 3 വിസ ഉണ്ട് വയറിങ്ങേർക്ക്, നിങ്ങൾ പോരണോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ കുറച്ച് ചെറുതായിരുന്നു. മറ്റവര് അവര് പറഞ്ഞു ഓക്കെ, അവര് പറഞ്ഞു. അപ്പൊ ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞു. അതിന്റെ ഒരു എളീമുണ്ട്. അവരൊക്കെ എളിമാന്റെ ബാക്കിയുള്ള കുടുംബക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ പോവാ, എന്റെ മക്കള് നന്നാവട്ടെ എന്നുള്ളൊരു ചിന്താഗതിയോട് കൂടിയിട്ട് നമ്മളെ പറഞ്ഞേക്കണം. അപ്പൊ അങ്ങനെ പിന്നെ നമ്മള് അതിന്റെ സാധനങ്ങളൊക്കെ കൊടുത്ത്, അപ്പൊ അവർക്ക് വിസക്ക് പൈസ വേണമെന്ന് തന്നെ. അപ്പൊ അന്ന് 50,000 രൂപ വേണം. 25,000 രൂപ കൊടുത്ത് അങ്ങനെ അന്ന് ദുബായിക്ക് വന്നു.
അന്ന് ശ്രീലങ്കൻ ഫ്ലൈറ്റിനാണ് വരുന്നത്. നേരെ ശ്രീലങ്കയിൽ വന്ന് കുറച്ച് ടൈം കിടന്ന് രാവിലെ 4 മണിക്ക് പെരന്ന് പോന്നിട്ട് ശ്രീലങ്കയിൽ വന്ന് കിടന്ന് ഈ ശ്രീലങ്കയിൽ വന്ന് കിടന്നിട്ട് അവിടുന്ന് കുറെ ടൈം കഴിഞ്ഞിട്ടാണ് പിന്നെ ഫ്ലൈറ്റ് പൊന്തുന്നത്. അങ്ങനെ പൊന്തിയിട്ട് അബുദാബിയിൽ ഇറങ്ങി. ഒരു 1.5 ഇറക്കുമായിരുന്നു. ജീവിതത്തിൽ മരിച്ചാൽ പോലും മറക്കൂല. അതെന്താ വെച്ചാല് നമ്മളെ കൊണ്ടുവരാൻ കുറച്ച് ടീം വന്നിന്. അവരവിടുന്ന് പഴവും സാധനങ്ങളൊക്കെ മേടിച്ചിരുന്ന് ജ്യൂസൊക്കെ മേടിച്ചിരുന്ന് കുടിച്ച് നേരെ പിക്കപ്പിന്റെ ബാക്കിൽ ഞങ്ങളെ അപ്പൊ അതിൽ കുറെ ബെഡും സാധനം ഉണ്ട്. നമുക്കറിയില്ലത് നമ്മളെ ബെഡാണെന്ന് തോന്നുന്നു. അതിന്റെ ബാക്കിൽ ഇരുന്നിട്ട് ഞങ്ങൾ ഓഫീസിൽ കൊണ്ടുപോയി അവിടുന്ന് ഇന്റർവ്യൂ നടത്തിയിട്ട് ആ പിക്കപ്പിൽ തന്നെ ഞങ്ങളെ ബാക്കിൽ വെച്ച് നേരെ കൊണ്ടുപോയി. അങ്ങനെ റൂമിൽ ചെന്നപ്പോൾ ഞങ്ങളെ ഭക്ഷണങ്ങളൊക്കെ ആ ഡോർമ തൂങ്ങുന്നുണ്ട്. അങ്ങനെ ഈ ബെഡും സാധനം ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ തലയിൽ ഏറ്റിങ്ങാണ്ട പോണത്. അവിടെ പോയിട്ട് ഞങ്ങൾ 6 ആൾക്കാരാണ് അന്ന് പോകുന്നത്. 6 ആൾക്കാരെ ബെഡ് കൊണ്ടിട്ട് അപ്പോൾ ഏകദേശം 11 മണിയൊക്കെ രാത്രി. അങ്ങനെ നമ്മൾ നാട്ടിൽ നിന്ന് വന്ന ആ തുണി കുപ്പായം തന്നെയല്ല, അങ്ങനെ കയറി കിടന്ന് ക്ഷീണം കൊണ്ട് ആ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. 4 മണിയായിപ്പുണ്ട്. അലാറം കൊണ്ട് അലാറ്. അതിനെക്കാട്ടി വിറ്റെന്ന് വെച്ചാൽ ആ റൂമിൽ കണ്ട് കയറിയപ്പോൾ ആകെ പോകാം. 17 ആള്. ഒരാൾ അവിടെ ഇരുന്ന് വീഡിയോ വലിക്കണ്, ഒരാൾ അവിടെ നിന്ന് കിളിനെ പാറിപ്പിക്കണ്. ഭയങ്കര സംഭവം ആ റൂമ്. അങ്ങനെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് അവിടെ കിടന്നിട്ട് 4 മണിയായപ്പോൾ ഞങ്ങളെ വിളിച്ചെത്തി. ആ ഇട്ട തുണി കുപ്പായം നാട്ടിൽ നിന്ന് വരുമ്പോ ഡ്രസ് ഉണ്ടല്ലോ, സ്വപ്നങ്ങളായിട്ട് വന്നതാണ്. ആ സ്വപ്നങ്ങളായിട്ട് നേരെ ആ ഇട്ട തുണി കുപ്പായിട്ട് നേരെ പോണ സൈറ്റിക്ക്. അപ്പൊ 5 മണിയായിട്ടുള്ളൂ. അങ്ങനെ ചൂട തണുപ്പാ സമയത്ത്, ആ സമയത്ത് തണുപ്പാ. അപ്പൊ അങ്ങനെ വന്ന് അപ്പൊ നമ്മൾ തമ്മിൽ കാണുന്നില്ല. അതാ ഇപ്പോഴും ഓർമ്മ ഉണ്ട്. അതുകൊണ്ടാണ് തണുപ്പാന്ന് മനസ്സിലായി. അങ്ങനെ പിന്നെ പോയി അവരപ്പം അവിടെ ചെന്ന് സൈറ്റിൽ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ആരുമില്ല. ഞങ്ങൾ 2 ആളുണ്ട്. ഞങ്ങൾ 2 ആളോട് 3-ാം നിലേന്റെ മേലേക്ക് കോൺക്രീറ്റ് ആയിട്ടാണ് ഫസ്റ്റ് ജോലി ഞങ്ങൾക്ക്. അവിടുന്ന് അങ്ങണ്ട് യാതന. പിന്നെ നീ ബാക്കി പറയണ്ടല്ലോ, അതന്നെ സ്ഥിതി. ആ 3 കൊല്ലം, ഒരു 1.5 കൊല്ലം നാട്ടിൽ പോകാതെ 3 കൊല്ലം നിന്ന് ജോലി ചെയ്ത് തിരിച്ച് ദുബായിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഒരു സാധാ ഫോണ്, എന്നാ ഒരു പാമ്പ് ആപ്പിൾ കൊടുക്കുന്ന ഐറ്റുണ്ടല്ലോ, അതിന് 450 കളറുണ്ട്. അത് വാങ്ങാൻ കായില്ലാഞ്ഞിട്ട് നിലവിളിച്ച് ഇങ്ങനെ പൈസ ശമ്പളം കിട്ടിയില്ലേ? വീട്ടിലേക്ക് അയച്ചു കൊടുക്കും. അന്ന് ചെന്നപ്പോൾ 600 ദിർഹംസാണ് സാലറി. അതും 2 മാസം ആകുമ്പോഴാണ് ആ സാലറി കിട്ടുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അറിയണത് അവിടെ ഇവിടെ പൈസ ഓൾറെഡി ഇവർക്ക് കൊടുത്ത് നമ്മളെ കൊണ്ടുപോകുന്ന ടീമിന് 25,000 കൊടുത്തിട്ടുള്ളൂ. അത് ഇവിടെ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നപ്പോഴാണ് കട്ടിങ് ഒക്കെ അറിയുന്നത്. അതും 1 മാസം പെൻഡിങ് വെച്ചിട്ട് അവർ ശമ്പളം തരുള്ളൂ. അപ്പൊ ഈ മാസം ഫുള്ള് പണിയെടുക്കണം. അടുത്ത മാസം ഫുള്ള് പണി എടുത്തിട്ട് പിറ്റത്തെ മാസം പകുതി നമ്മളെ ശമ്പളം കിട്ടും. 2.5 മാസം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ശമ്പളം വെക്കുക. അത് വീണപ്പോൾ 600 ദിർഹംസാ കിട്ടിയത്. അപ്പൊ നമ്മളെ കട്ടിങ് കഴിച്ചിട്ടാണ് തന്നെ ഓവർ ടൈം എടുക്കുന്നത്. അങ്ങനെ പിന്നെ ഭയങ്കര ഇത് തന്നെയാണ്, ഒരു അനുഭവം തന്നെയാണ്. അങ്ങനെ പിന്നെ മറ്റേ ചോറ്റുംപാത്രം ഉണ്ടല്ലോ, 3 അട്ടില്ല, ആ ചോറ്റുംപാത്രമായിട്ട് നീല യൂണിഫോം ഒക്കെ ഇട്ടിട്ട് വണ്ടി കയറുമ്പോഴൊക്കെ ഭയങ്കര തിരക്കാവും. അപ്പൊ നമ്മൾ ഇത്ര പോരം ഭാഗമാണ് കഴുകുക. നമ്മള് സെല്ലാജിന്ന് ഫസ്റ്റില് രാവിലെ സെല്ലാജിന്ന് വെള്ളം കുടിക്കും. ഇപ്പൊ ഈ സെല്ലാജിന്ന് ഇങ്ങനെ വെള്ളം കുടിക്കും. അങ്ങനെ വെള്ളം കുടിച്ചിക്കാണ്ട് നേരെ ഈ ചോറ്റുംപാത്രം എടുത്തുകൊണ്ട് പോകും. ഇതിന്റെ ഒപ്പമുള്ള മറ്റവരൊക്കെ ഉണ്ട്, അവരൊക്കെ ബ്രഷും ഇതൊക്കെ അതിലുണ്ടാവും. ഈ ചോറ്റുംപാത്രത്തിന്റെ കവറിലുണ്ടാവും അവരത്. നമ്മൾ പല്ല് വെച്ചിക്കാണ്ട് വേഗം കൊണ്ടുവച്ചിക്കാണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് കഴുകും. കാരണം കണ്ണിന്റെ ഉറക്കം പോവല്ലെങ്കിൽ ഈ വണ്ടിയിൽ ഒരു 3/4 മണിക്കൂർ ഓട്ടമുണ്ട്. ആ ഉറക്കം കിട്ടും നമുക്ക് അവിടം വരെ. അപ്പൊ നേരത്തെ എത്തും. അപ്പോൾ ചിലപ്പോൾ തിക്കും തിരക്കുണ്ടെങ്കിൽ ചോറ്റുംപാത്രമൊക്കെ ഇങ്ങനെ പറക്കും. കാരണം തിരക്കിയിട്ട് ഈ ഉച്ചക്ക് 9 മണിക്ക് ഭക്ഷണം കഴിക്കാണ്. അതിൽ ഒരു അട്ടിയിൽ ഭക്ഷണം കഴിക്കും. 2ാമത്തെ അട്ടി ഉച്ചക്ക് 12:30 അടുത്ത് അയക്കും. അത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം 6 മണി വരെ ഒന്നുമില്ല. പിന്നെ പച്ചവെള്ളം അടിച്ചിട്ട് ഇങ്ങനെ സൈറ്റിൽ ഇങ്ങനെ ഭയങ്കര ഇതായിരുന്നു, ഡേഞ്ചർ തന്നെയാണ്. അതാണ് പാഠം പഠിച്ചത്. തിരിച്ച് ദുബായിൽ നിന്ന് നാട്ടിലിറങ്ങുമ്പോൾ വെറും നാട്ടിൽ 5,000 റുപ്യ ഇറങ്ങും. പക്ഷെ ഞാൻ പോരാൻ ടൈമിലൊക്കെ 1,800 സാലറി ആയിരുന്നു. എന്നാൽ നമ്മള് 12 സൈറ്റ്, അതായത് 12 വീട് ഞാൻ ഒറ്റക്ക് നോക്കിയിരുന്നു, 4-5 പണിക്കാർ വെച്ചിട്ട്. അങ്ങനെ ഫോർമാൻ്റെ ഒരു ചെറിയൊരു ഇതിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് നിർത്തി മതിയായി. അപ്പോൾ തന്നെ ഞാനൊക്കെ ഒരു ഇരുണ്ട കളറായിട്ട് പിന്നെ ഒരാൾക്കും മനസ്സിലാവുമല്ലേ നാട്ടിൽ നിന്ന് വന്നിട്ട്. ഞാൻ തടിയുള്ള ആളായിരുന്നു. തടിയൊക്കെ കണ്ട് പോയി ഭയങ്കര ഇതായി. അങ്ങനെ പിന്നെ കുറെ കാലം നാട്ടിൽ പോയിട്ട് ഇനി ദുബായിക്കില്ല, എയർപോർട്ടിലേക്ക് ഇനി ആരും കൊണ്ടുവരാനും കൂടി വരൂല എന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോണത്. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പിന്നെ എന്തായാലും ഇതൊരു ലഹരിയാണല്ലോ, കയറേണ്ടി വന്നു. പിന്നെ 900-നാണ് കയറുന്നത്. 1800-ന് കയറിയിട്ട് പിന്നെ 900-ന് അല്ല, പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലും പിന്നെയും കയറണം എന്നുള്ള ചിന്ത വന്നു. പൈസ വേണമല്ലോ ജീവിക്കണമെങ്കിൽ.
അപ്പോൾ തിരിച്ച് പിന്നെ കയറുന്നത് 900 ഉറുപ്പ്യക്ക്. 900 ഉറുപ്പ്യ ഒരു അതും 80,000 ഉറുപ്പ്യ അന്ന് വിസ കൊടുത്തിട്ട് അന്ന് വിസക്ക് പൈസ കൊടുത്തു. 80,000 ഉറുപ്പ്യ എടുത്ത് 900 ദിറത്തിന്റെ ജോലിക്ക് കയറി. അതിലിടയ്ക്ക് ഞാൻ പിന്നെ SLC എഴുതി പാസ്സായി. അത് അപ്പോൾ എന്തിനു കാരണം എന്താ വെച്ചാൽ അന്ന് ആ ടൈമിൽ ദുബായിക്ക് കയറണമെങ്കിൽ SLC പുസ്തകം വേണ്ടി പുസ്തകം. അപ്പോ പുസ്തകം വേണം. അപ്പോളേ അന്ന് അങ്ങനെ നിയമമാണ്. അപ്പൊ പുസ്തകം എന്തായാലും വേണമല്ലോ. അങ്ങനെ പിന്നെ പോയിട്ട് നേരെ ഓവറേജ് ആയിട്ട് 10 എഴുതിയിട്ട് 275 3 മാർക്കോടെ ഞാൻ പാസ്സായി. 45 മാർക്കൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പൊ അത് 2007 എത്രയില് പാസ്സായത്? 2004 2005 ദുബായിക്ക് ഒന്നും ചെയ്തു. അല്ല പിന്നെ ഇപ്പൊ എന്തിനു വേണ്ടി പിന്നെ ഹൈപ്പർ മാർക്കറ്റിലോ സൂപ്പർ മാർക്കറ്റില് അങ്ങനെ ഹൈപ്പർ മാർക്കറ്റിൽ എന്താ പറയുക ഇലക്ട്രീഷ്യൻ ആയിട്ട് വന്ന്. പക്ഷെ പിന്നെ പുതിയ ഹൈപ്പർ മാർക്കറ്റ് ആയതുകൊണ്ട് നമുക്കൊരു 1 ഇയർ പണി ഉണ്ടാവില്ല. അത് അവരെന്നെ നോക്കും. അപ്പോൾ ട്രോളി ഉന്തുന്ന ആള്, പാക്കിങ്, പിന്നെ എല്ലാ സെക്ഷനും കൈകാര്യം ചെയ്തു. പിന്നീട് ക്യാഷ്യർ വിത്ത് ക്യാഷ്യർ വരെ ആയിരുന്നു. പിന്നെ അവരെ ഔട്ട്ലെറ്റ് ഉണ്ട്, ഗ്രാൻഡ് സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ്. അവരെ ഔട്ട്ലെറ്റുള്ള ഖത്തർ, ഒമാൻ, ഇവിടൊക്കെ പോയിട്ട് നമ്മൾ അവിടൊക്കെ പോയി. പ്രാവശ്യം സൗദിയിൽ അങ്ങനെ പല സ്ഥലങ്ങളിലും നമുക്ക് ചൈനയ്ക്ക് വരെ ഇൻവിറ്റേഷൻ വന്നായിരുന്നു പോകാൻ, ഈ ഇലക്ട്രീഷ്യൻ്റെ സാധനങ്ങളൊക്കെ എടുക്കാൻ. അങ്ങനെ നമുക്ക് പല ഇതൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്നിട്ട് പിന്നെ അവിടുന്ന് പിന്നെ ക്യാൻസൽ അടിച്ചിട്ട് പിന്നെ ഇവനെ കൊണ്ടുവരണം. അതിലിടക്ക് ഞാൻ കാർ വാഷിൽ 1 വർഷം വേറെ ജോലി. അത് അവിടുന്ന് പോന്നീന്ന് അങ്ങനെ പിന്നെ പോന്ന്. പക്ഷെ എനിക്ക് നമ്മളെ കാണുന്ന ചങ്കളോട് പറയാനുള്ള എന്താ പറയുക, നമ്മളൊരു ജോലി ഒരാൾ കിട്ടിയെന്ന് പറഞ്ഞേക്കണ നമ്മള് ആ ഉള്ള ജോലി കളയരുത്. ഞാൻ ഉദ്ദേശിച്ച് എനിക്ക് ഇപ്പൊ ഗവൺമെന്റ് ജോലി കിട്ടി, അന്ന് കിട്ടിയെന്ന് പറഞ്ഞപ്പോ നമുക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ ഞാൻ മറ്റൊരാട് എനിക്ക് വേറെ ജോലി കിട്ടിയിരിക്കുന്നു, അപ്പൊ എനിക്ക് എന്നെ ക്യാൻസൽ ആക്കി കളയുന്നു. ക്യാൻസൽ ആക്കുകയും ചെയ്ത് ഈ ഗവൺമെന്റ് ജോലി എനിക്ക് കിട്ടിയില്ല. ഈ ജോലി ഇത് കിട്ടിയില്ല. ഇത് അവിടെ അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ 1 വർഷം 2 മാസത്തോളം ഞാൻ വിസിറ്റിംഗ് എടുത്തിട്ട് ഒമാനിൽ പോണ്, അവിടെ പോണ്, ഇവിടെ പോണ്, അങ്ങനെ ഇന്ന് പല പരിപാടികളും ചെയ്തിട്ടാണ് ഞാൻ പിന്നീട് ഇത് ചെയ്യുന്നത്. പിന്നെയാണ് എന്നോട് കൂടെ സെലക്ഷൻ ആയിട്ട് വരുന്നത്. എങ്ങനെയാണ് ഇവിടെ എത്തുന്നത്? ദിബയിലെത്തുന്നത് ഞാൻ ഷാർജന്ന് ഇതേമാതിരി ഇങ്ങനെ ഒരു ചാൻസ് ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് ഞാൻ ഷാർജയില് നമ്മളെ ഒരു ഔക്കാഫിന്റെ ഇതിൽ പോയിട്ട് ഞാൻ ഇത് ചെയ്തത്. വെറുതെ പോയി നോക്ക്, CV കൊണ്ടിട്ടാണ്. അപ്പൊ അങ്ങനെ കൊണ്ടിട്ടപ്പോൾ അവരോട് മേടിച്ച് വെച്ച് അപ്പൊ എന്നോട് പറഞ്ഞ് ഇപ്പൊ തന്നെ ടെസ്റ്റ് ഇതാക്കാൻ നാളെ രാവിലെ ടെസ്റ്റിന് പോരായിരുന്നു. അപ്പൊ ഇവിടെ ഒരാൾ അർജന്റാണ്, കാരണം ഇവിടുത്തെ ആൾ 60 വയസ്സ് കഴിഞ്ഞിട്ട് പോയിട്ട്. അപ്പൊ ഇവിടെ എല്ലാ പണികളും ബന്ധായി കിടക്കുക. ആ ഒരു നസീബ് ഒരാള് ഇവിടുന്ന് നമ്മളെ സ്നേഹിതന്മാരുണ്ട്, ഇപ്പൊ സ്നേഹിതന്മാരായി, അന്ന് അറിയില്ലായിരുന്നു. നസറു അങ്ങനൊക്കെ പറഞ്ഞിട്ട് ഇർഷാദ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്നേഹിതന്മാർ. അവരിങ്ങനെ വേറെ ആളോട് വേറെ ദുബൈയിലുള്ള റൂം പറഞ്ഞിട്ടിട്ട് അവിടെ റഫീഖറിനടുത്തുണ്ട്. അവന് എന്നോട് പറഞ്ഞിട്ട് ഞാനും അവനും കൂടി ഇതിനെ തപ്പി പിടിക്കാണ്, എവിടെയാണ് ഈ സ്ഥലം. അങ്ങനെ ഒരു ദിവസം ഫുള്ള് കറങ്ങിയിട്ടാണ് ഈ അവിടെ കാണുന്നത്, ഷാർജയിൽ അവിടെ എത്തുന്നത്. പിന്നെ അവിടെ പോയപ്പോ അവിടെ ടെസ്റ്റ് ചെയ്താൻ പറഞ്ഞു. ടെസ്റ്റ് ചെയ്തു ഏകദേശം 4 ടെസ്റ്റ് ചെയ്തു. എന്ത് ടെസ്റ്റ്? അവിടെ ഫിസിക്കലായിട്ടും ഉണ്ട്, അല്ലാതെ ഉണ്ട്, രണ്ടും ഉണ്ട്. അതായത് ആദ്യം പരീക്ഷ ചെയ്തണം. ഇംഗ്ലീഷിലാണോ? ഇംഗ്ലീഷൊക്കെ അറിയാം. പക്ഷെ നമ്മള് ഒരു SLC പാസ്സായൊക്കെ നിൽക്കുന്നതല്ലേ, അപ്പൊ പക്ഷെ കുറച്ചൊക്കെ നമുക്കറിയാം. എന്നാലും അതായത് ഇലക്ട്രിക്കലാണ് അവർ ചോദിക്കുന്നത് നമുക്കറിയാലോ. പിന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്കറിയാം. അപ്പൊ ഞാൻ പരീക്ഷ ചെയ്തു 100-ൽ 70 മാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ മറ്റേ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതായത് പിന്നെ ഒരു ഇതിനൊട്ട് ഫിസിക്കൽ ടെസ്റ്റ് അമ്മാമ്മ 10 ബാത്റൂം ഉണ്ട് തന്നു. അത് ഒരു ഹെൽപ്പറേയും തന്നു. അത് വെട്ടിപ്പൊളിച്ചിട്ട് എൻ്റെ പൈപ്പ് ഇടുന്നു. 4.5 മണിക്കൂർ ടൈം. അതിനുള്ളിൽ 10 ബാത്റൂം മൊത്തം സെറ്റാക്കിയിട്ട് സിമെന്റ് ഇട്ട് കൊടുക്കും. മൊത്തം സെറ്റാക്കി കൊടുക്കണം. അങ്ങനെ ഞാൻ അവിടെ വെട്ടിപ്പൊളിച്ച് കുറച്ച് വെച്ച് അങ്ങനെ പിന്നെ ഇലിറ്റൊക്കെ വെച്ച് ഫുള്ള് നമ്മളിതൊക്കെ എക്സ്പെർട്ട് അല്ല. 3 കൊല്ലം നമ്മള് ഇതും പിന്നെ ഇവിടെ 7-8-9 വർഷം എടുത്ത എക്സ്പീരിയൻസും ഉണ്ട്. അപ്പോൾ ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ കൈക്കുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഫുള്ള് സെറ്റായി. അത് 4 മണിക്കൂർ കൊണ്ട് ഇട്ട് പെയിന്റ് മറ്റേത് അടിച്ച് പ്ലാസ്റ്ററാണ് ചെയ്തിട്ട് ഫുൾ സെറ്റായിട്ട് അവിടുത്തെ എഞ്ചിനീയർ വരുമ്പോ ഞാനവിടെ മൊബൈലിൽ കളിച്ചു കണ്ടിരിക്കണം. അപ്പൊ അതിനോട് ഇങ്ങനെ മാഷാള്ളാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കൊട്ടൊക്കെ കെട്ടിട്ടാണ് അങ്ങനെയാണ് പിന്നെ പാസ്സാവണത്. അത് പാസ്സാവോളം പണി തന്നെ. കാരണം വെച്ചാൽ നമ്മൾ പാര വെക്കാൻ ആൾക്കാർ ഇഷ്ടം പോലെ. കാരണം വെച്ചാല് അവരാരെ ഇപ്പൊ ഗവൺമെന്റ് ജോലിയാണ്, അവരാരെ മക്കളെ കയറ്റണം എന്നല്ല എല്ലാവരും. അങ്ങനെ നമ്മളവിടെ നമ്മളാരും ഇല്ല, സപ്പോർട്ട് വേക്കുന്ന ആരും ഇല്ല.
നമ്മൾ ഒറ്റക്കൊരു CV ആയിട്ട് പോവാണ്, കൊടുക്കുകയാണ് യാദർശികമായിട്ട്. ടെസ്റ്റ് ചെയ്താൻ പറഞ്ഞ ടെസ്റ്റ് ചെയ്തതിന് മാർക്ക് കിട്ടുന്നു. അപ്പൊ അവരെ മക്കളൊക്കെ ഇതുണ്ട് ഇതിന്റെ കൂട്ടത്തിലുണ്ട്. പക്ഷെ അവരെ മക്കളൊക്കെ എഴുതിയിട്ടും മാർക്ക് കുറവാണ് അവർക്ക്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്റത് വലിക്കണം, അപ്പൊ വേറെ ആർക്കെങ്കിലും ഒരാൾക്ക് കയറാം. അങ്ങനെ കുറെ പ്രാവശ്യം എന്റെ ഇത് വലിഞ്ഞു പോയി. അതുകൊണ്ടൊക്കെയാണ് എനിക്ക് ഒരു വർഷം അങ്ങനെ പോയത്. അങ്ങനെ പിന്നെ ഇവിടുത്തെ മുദീർ മാഷാ അല്ലാ, മൂപ്പരാൾക്ക് മലയാളി മതി. അത് പവർ വേറെ തന്നെ. നേരത്തെ മലയാളി ഉണ്ട് ഇവിടെ അല്ല, മൂപ്പരാൾക്ക് മലയാളികളായിട്ട് സംസാരിച്ചിട്ട് നല്ല പരിചയമുണ്ട്. പിന്നെ അവിടെ ഓഫീസിൽ ഒരു നസറുദ്ദീൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അപ്പൊ അവരൊക്കെ പെരുമാറ്റതൊക്കെ കണ്ടിട്ട് മലയാളി മതി എന്ന് പറഞ്ഞിട്ട് മൂപ്പര്. അപ്പൊ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഒന്നും മൂപ്പര് അംഗീകരിച്ചില്ല. അങ്ങനെ ഒറ്റയാനായിട്ട് ഞാനിങ്ങനെ ജിഞ്ചിനാക്കിനായിട്ട് കൊണ്ട് വന്നതോട് കൂടിയിട്ട് പരീക്ഷ ചെയ്തുണ്ടാക്കണ 80 മാർക്ക് കിട്ടി. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒരു വർഷം ചില്ലറയും കഴിഞ്ഞപ്പോ പിന്നെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മുന്നോട്ട്. അതിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവങ്ങളുണ്ട്. പറയാൻ പറ്റുമോ? മറക്കാൻ പറ്റാത്ത സംഭവം എന്ന് പറഞ്ഞാല് എന്റെ കല്യാണമാണ്. അതെങ്ങനെ? ഭയങ്കര സംഭവം. 35,000 നാട്ടില് 35,000 കല്യാണം കഴിച്ചത്. കാരണം ഇവിടുന്ന് ഞാന് എന്താ പറയാ, പെങ്ങളെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ടൈമില് പൈസ കുറവാണ്. കല്യാണം കഴിക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായില്ല. അങ്ങനെ പിന്നെ രണ്ടും കൽപ്പിച്ച് കല്യാണത്തിന് ഇറങ്ങി. കണക്കൊക്കെ പറയല്ലേ, 1000 ചില്ലാ റുപ്യക്ക് പെണ്ണുങ്ങൾക്ക് ഡ്രസ് ഐറ്റംസ് ഉണ്ടല്ലോ. ഇന്നൊന്നും ഒരു സാരി കിട്ടില്ല. അങ്ങനെ എല്ലാവർക്കും ഇതാക്കണ്, പെങ്ങന്മാർക്ക് ഓരോരോ മാക്സികള് സാധനങ്ങളൊക്കെ. ഞാൻ 2010. അങ്ങനെ അത് കല്യാണം കഴിക്കണം. 35,000 ഉണ്ടായിരുന്നു. അതിൽ എന്റെ ഡ്രസ്സ് മാത്രം എന്റെ അളിയാനൊക്കെ മേടിച്ചു. ബാക്കി എല്ലാ ചെലവും ഞാൻ എനിക്ക് അമ്മക്ക് ഇത് ഫിക്കറ് ഓർമ്മയില്ലല്ലോ. അതായത് കുളിച്ച് കഴിഞ്ഞിട്ട് മാറ്റാൻ ആളുണ്ട്, മാറ്റി തരുന്നു. ഞാൻ കുളിച്ച് കഴിഞ്ഞാൽ അപ്പം ഡ്രസ്സ് മാറ്റുന്ന ഒരാളാണ്. ഞാൻ നേരെ പെരല ഒത്തുകയറി കുളിച്ച് പുതിയാപ്പിള ആ ഒരു ചിന്ത ഇല്ലാതെ ഞാൻ വന്ന് ഞാൻ മാറ്റി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഞാൻ ശരിക്കും നെറ്റിപ്പോയി. അങ്ങനെ പിന്നെ അപ്പം നോക്കിയപ്പോൾ പുറത്ത് നമ്മള് എന്താ വൈകുന്നേരത്തെ ഒരു വലിയ ബിരിയാണി ഒന്നും വെക്കാതെ ആണ് പരിപാടി. വലിയ പരിപാടിയല്ല, ചെറിയ പരിപാടിയായി. കാരണം നമ്മളടുത്തുള്ള പൈസ ആയിട്ടുള്ള സ്വപ്നം കണ്ടിട്ടുള്ള കല്യാണം അത്രേ ഉള്ളൂ. ഏകദേശം 20 കിലോ ബിരിയാണി ആയിട്ട് ഒരു 10 കിലോ കോഴി ഇറച്ചി ആയിട്ടുള്ള ഒരു കല്യാണം. മഹർ 1.5 പവന് ഉണ്ടായിരുന്നു. ആദ്യം വന്നാലും വാങ്ങിച്ചല്ല, 1.5 പവനാണ് മഹർ കൊടുത്തത്. ഈ 1.5 പവന് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പണിയെടുത്തിരുന്ന ടൈമിൽ അവര് എനിക്ക് 1.25 പവനോളം അവർ തന്നിട്ടുണ്ട്. അത് കല്യാണത്തിനായിട്ടല്ല, ഞാൻ ഒമാൻ ഇവിടെ ഒക്കെ പോയിട്ട് നല്ല അടിപൊളി വർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇലക്ട്രിക്കലിന്റെ ഒക്കെ നല്ല ഡിസൈൻ ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ അവര് തരുന്ന മാതിരി ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുള്ള പ്രോത്സാഹനം എന്നുള്ള അവർ തന്നിരുന്നു. അങ്ങനെ പിന്നെ ഫുള്ള് സെറ്റ്. ഇവിടെ എത്ര കൊല്ലായി? എങ്ങനെ ഇവിടെ ഇപ്പൊ നമ്മള് ഏകദേശം 5-ാമത്തെ വർഷം. ഈ ഗവൺമെന്റ് ജോലി കയറിയിട്ട് 5-ാമത്തെ വർഷം. ഓക്കെ. എന്നിട്ട് എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ? നല്ലൊരു അടിപൊളി നല്ലൊരു ഇതാണല്ലോ. അതായത് അത് പുളിമരം ആ കാണുന്നത്. പിന്നെ അവിടെ തെങ്ങുണ്ടോ? തെങ്ങ് അവിടെ. പിന്നെ ഇവിടെ ചെറുനാരങ്ങ, പിന്നെ ഈത്തപ്പഴം, പിന്നെ മാങ്ങ, നാവൽപ്പഴം എല്ലാം ഉണ്ട്. ഞാവൽപ്പഴം ഇവിടെ നമുക്ക് അവിടെ പോകണം കേട്ടോ. നാവൽപ്പഴത്തിന്റെ കഥ ഉള്ള ആൾക്കാർ മെയിൻ ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, നാവൽപ്പഴം ആയാ പറയാ. ഞാൻ ഇല്ലാത്ത 2-3 മരങ്ങൾ അതിൽ ചൂട്ടി. സത്യം പറഞ്ഞ നാവൽപ്പഴം എന്റെ അറബി വീട്ടിന്റെ മുറ്റത്താണ്. അത് നമുക്ക് അങ്ങനെ കയറി ചെന്നിട്ട് ഇപ്പൊ തന്നെ ഇവിടെ ഇട്ടിട്ട് അതിനെ വധിച്ചെന്നൊക്കെ പറഞ്ഞേക്കുന്നത്. പോലീസുകാർ 500 രൂപ ഫൈൻ ഓരോരുത്തർക്കും നാവൽപ്പഴം പൊട്ടിക്കാൻ പോയായിരിക്കും. കുറ്റിയടക്ക ഇതിലെ കമന്റ് തന്നെ ഒരുപാട് ആൾക്ക് ഫൈൻ ചെന്നുള്ള അവിടെ ആകെ നശിപ്പിച്ചു. അപ്പൊ ഇനിയിപ്പോ അദ്ദേഹത്തെ ഇവിടുന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു പോയി. പിടിച്ചാ കിട്ടൂല ആൾക്കാര് എന്താ പറയാ, അല്ല പിന്നെ ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ നമ്മളൊരു ഈ ഒരു സേവനം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഇതെന്താണ് ശരിക്കും എങ്ങനെയാണ് തുടങ്ങുന്നത്? സേവനം പറയാൻ ഒരു കഥയാണ്. അതായത് ഞാൻ ഇലക്ട്രിക്കലിന്റെ വീഡിയോസ് നല്ലോട്ട് ആദ്യം ഫുള്ള് ഇലക്ട്രിക്കലിന്റെ ടിപ്പ് മാത്രം ഇട്ടു. പിന്നീട് ഒരു ദിവസം ഞാൻ അവിടെ ഇങ്ങനെ പണി കഴിഞ്ഞ് വരുമ്പോ എന്നും സാധനങ്ങൾ കാണുമ്പോൾ പക്ഷെ ഞാൻ എനിക്ക് ആവശ്യം എടുക്കും, ഉണ്ടാതെ എടുക്കും. ഞാൻ അബുദാബിയിൽ നിന്ന കാലത്ത് നമ്മൾ ഇങ്ങനെ എടുത്തിട്ടും കണ്ടിട്ടും പരിചയമുണ്ട്. അപ്പൊ നമ്മള് ഇങ്ങനെ കാണുമ്പോ നമുക്ക് ആവശ്യമുള്ള എടുക്കും, കൊണ്ടുവരും, നേരാക്കും, കുട്ടിയൊക്കെ കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ അറിയുന്നവർക്ക് കൊടുക്കും. അങ്ങനെ പിന്നീട് ഒരു ദിവസം എനിക്ക് ഇങ്ങനെ ഒരു സാധനങ്ങൾ കിട്ടിയപ്പോ ഞാൻ വെറുതെ ഇങ്ങനെ എനിക്കൊരു സാധനം കിട്ടിയിരിക്കണ്, ഞാൻ അന്ന് അബുദാബിന്നൊക്കെ ഇങ്ങനെ എടുത്തിങ്ങനെ കണ്ടു. അപ്പൊ ഒരുപാട് ആൾക്കാർ അത് ഞങ്ങൾക്ക് തരുമെന്ന് ചോദിക്കും.
ഞങ്ങൾക്ക് തരുമെന്ന് വെച്ചപ്പോൾ ഞാൻ ആ സാധനം പുറത്ത് കൊണ്ടിട്ട് ഞാൻ റിട്ടേൺ കണ്ടെന്ന് കൊടുത്തു. അങ്ങനെ പിന്നെ റിട്ടേൺ കൊടുത്തിട്ട് അവർക്ക് ഇവിടുന്ന് കൊറിയർ അയച്ചു. അങ്ങനെ പിന്നെ അതൊരു ഫസ്റ്റിലെ ടീം ഇവിടെ വന്ന് കൊണ്ടുപോയി, മേശ അൽമാറിന്റെ ഒക്കെ അത് കൊണ്ടുപോയി. പിന്നെ കിട്ടുന്നതൊക്കെ ഇടും, ആർക്കെങ്കിലും വേണോന്ന് ചോദിക്കും, അവര് വരും. അങ്ങനെ പിന്നെ ആളുമായി വാളായി വന്തലായി കസാലായി. പിന്നെ ഒരുപാട് വീഡിയോസ് ഇങ്ങനത്തത് ഇടലെടുക്കും. അപ്പൊ നമുക്ക് ഏതായാലും വേണ്ട, ആർക്കെങ്കിലും ഒരു ഉപകാരം ആയിക്കോട്ടെ വിചാരിച്ചു. അങ്ങനെ പിന്നെ ഓരോന്ന് ചെയ്യുമ്പോൾ അതങ്ങനെ കയറ്റം കിട്ടി. അങ്ങനെ പിന്നെ പലരും തെരലടങ്ങി ഇത് കണ്ടിട്ട്. അവരടുത്ത് അറബികളും അല്ലാത്തവരൊക്കെ ഒരു അറബി ഇപ്പടുത്ത് സോഫ എന്നിട്ട് 100 ദിർഹംസിന് നിന്ന് കൊണ്ടുപോയിക്കാണ്. അങ്ങനൊക്കെ ആൾക്കാർ അറബികൾ തരും, മലയാളികളും തരുന്നുണ്ട് ഇഷ്ടംപോലെ. മലയാളികൾ ഒരുപാട് ചങ്കുകള് നിങ്ങൾക്ക് കൊടുത്താൽ നിന്നിട്ട്. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഓരോരുത്തർക്ക് സ്റ്റോറി ആയിട്ടോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് ഇടും. അങ്ങനെ ആള് കൂടിയപ്പോ പിന്നെ നറുക്കെടുപ്പാക്കിയപ്പോൾ ഈ PM-ൽ വരികയെന്ന് പറഞ്ഞാല് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാല് എന്തായാലും ഒരു 500 ആൾക്കാർ ഓരോ സഹായങ്ങളും ഒരു മെസ്സേജുകളുണ്ടാവും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഇവരെയും കൂടി കണ്ടെത്താൻ വലിയ പാടാണ്. ഈ ഫസ്റ്റ് ആരാ വന്നത് അവർക്ക് കൊടുക്കൽ. പിന്നെ അതെന്ത് ചെയ്ത് ഒരു ദിവസത്തേക്ക് വെച്ചിട്ട് നറുക്കെടുത്ത് ഇങ്ങനെ നീക്കിയിട്ട് നറുക്കെടുക്കും, കിട്ടുന്നവർക്ക് കൊടുക്കാം. എന്തായാലും ഒരാൾക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. അത് ഇനിയിപ്പോ നമ്മൾ കമ്പ്യൂട്ടർ വഴി എടുത്താലും എല്ലാതെ എടുത്താലും സത്യസന്ധമായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരാൾക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അത് നമ്മൾ മാനുവലായിട്ട് ഇങ്ങനെ നീക്കിയിട്ട് കൈകൊണ്ട് നീക്കിയിട്ട് ഇങ്ങനെ കൊടുക്കും. പിന്നെ അങ്ങനെയാണ് തുടരുന്നത്. പിന്നെ കുറെ കാർഗോക്കാര് ഞാൻ ഒരുപാട് ആൾക്കാർ നാട്ടിൽ നിന്നാണ് ഇതിന് ഏറ്റവും കൂടുതൽ ആള് വരുന്നത്. അപ്പോൾ നമുക്ക് നമുക്ക് ഈ സ്റ്റോളറൊക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആൾക്കാർ നാട്ടിൽ നിന്ന് ചോദിക്കലുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് നമ്മളെ കൊറിയറോടൊക്കെ സംസാരിച്ചിട്ട് അവര് ഫ്രീ ആയിട്ട്. അല്ല, ഇതിനിപ്പോ നിങ്ങൾക്ക് പൈസ കുറെ ആൾക്കാർ ചോദിക്കണ്ടല്ലോ, നിങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണ് എന്തെങ്കിലും വരുമാനം? ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പൈസ ഇല്ല, ഫേസ്ബുക്കിൽ നിന്ന് പൈസ ഇല്ല, എനിക്കാണെങ്കിൽ മറ്റേ സുനാപ്പി ഇല്ലേനും, യൂട്യൂബ് ഇല്ലേനും. പിന്നെ ഇനിയിപ്പോ ഇവിടുന്ന് പൈസ കിട്ടുക എവിടെങ്കിലൊക്കെ ഇനാഗുറേഷന് പോയാല് പൈസ കിട്ടും. അല്ല, ഈ സാധനം പൈസക്ക് വിൽക്കണുണ്ട് അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി ഇല്ല? ഒരു ഉറുപ്പ്യക്ക് ഇതുവരെ വിറ്റിട്ടില്ല. ആരെങ്കിലും പൈസ തന്നാൽ ഇപ്പൊ ഒരു കട്ടിലിട്ടിന് ഇലക്ട്രിക്കലിന്റെ കട്ടികള ഒക്കെ കൊടുത്ത് അയാൾ പൈസ ഇങ്ങനെ കൊടുത്തിട്ട് അല്ല ഇതവിടെ വെച്ചോ, നിങ്ങളെ മോട്ടർ നന്നാക്കിയതാണ്, ഇതൊക്കെ നന്നാക്കിയ അങ്ങനെ വേണ്ടായിരുന്നു. കൊറിയറിന്റെ കായ് വരെ ഞാൻ ഇനാഗുറേഷൻ ചെയ്തിട്ടുള്ള പൈസ എടുക്കും, അല്ലാതെ ഒരു റുപ്യ പൈസ ഒക്കെ അങ്ങനെ കൊടുക്കണില്ല. പൈസ കൊടുക്കാനാണെങ്കിൽ ഷാർജി കൊണ്ട് ഇത് വിറ്റാൽ മതിയല്ലോ, അല്ലെങ്കിൽ ആദ്യം തന്നെ പറയാലോ എത്രയാണ് പൈസ എത്ര ഉണ്ട്. പിന്നെ വേറെ ആരെങ്കിലും ഒക്കെ വരും, റൂം മൊത്തം കാലിയാക്കുന്നവരൊക്കെ വരും, ഞങ്ങൾക്ക് നിങ്ങളെ ചാരിറ്റിക്ക് ഞാൻ 1000 റുപ്യ തരാം, അല്ലെങ്കിൽ അത് വിറ്റ കായ് തരാന്ന് പറഞ്ഞിട്ടൊക്കെ തരുന്നത്. അങ്ങനെ വരുമ്പോ അങ്ങനെ ചിലപ്പോൾ സ്റ്റോറിയോ വീഡിയോ ചെയ്ത് കൊടുത്തിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ, പക്ഷെ അങ്ങനെ 1 റുപ്യ ഇതുവരെ കിട്ടിയിട്ടില്ല. അല്ല, ഇപ്പൊ ഈ സംഭവം എടുക്കണതിനെതിരെ തുടക്കത്തിലൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാർ പറഞ്ഞു ഈ പെറുക്കി എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയാൻ സംഭവങ്ങളുണ്ട്. അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഇപ്പൊ അവരാരും വിമർശിക്കണില്ലല്ലോ. കാരണം വെച്ചാല് എനിക്ക് അങ്ങനെ നെഗറ്റീവ് കമന്റ് ഇല്ലാന്ന് തന്നെ ഇല്ല. കാരണം വെച്ചാല് ഞാന് ഒരാൾ ഉപദ്രവിക്കണില്ല, അവരോട് ഒരാളോട് സഹായം ചോദിക്കണില്ല. നമ്മളെ അടുത്തുനിന്ന് കിട്ടുന്ന സാധനം നമ്മളിവിടെ കൊടുത്ത് നന്നാക്കണ്, ഇത് നന്നാക്കിയിട്ടുണ്ട് ഇങ്ങനെ സാധനമാണെന്ന് പറയുന്നത് നമ്മൾ കൊടുക്കും, അത്രേ ഉള്ളൂ. പിന്നീട് ആളുകൾ തരുന്നത് ഇവിടെ കൊടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നോക്കിയിട്ട് സെറ്റാക്കിയിട്ട് നമ്മൾ സ്ക്രൂ എന്തെങ്കിലും ഇടാൻ ഇട്ടിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കും. അതിനൊക്കെ സ്ക്രൂ സാധനങ്ങൾ എന്താണോ അതിന് കുറവുള്ളത് അത് നമ്മൾ ഇട്ട് നമ്മളെ ഇനാഗുറേഷന് ഇപ്പോൾ ഈ ഒരുപാട് വീൽ ചെയറുകളും ഇപ്പൊ ഇന്നിപ്പോ ഞാൻ വീൽ ചെയർ കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോ അപ്പൊ അവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും നാട്ടിൽ. ഈ വീഡിയോ വീൽ ചെയർ 2 വീൽ ചെയർ അവിടെ ഒരു ടീമിന് കൊടുക്കും. നാളെ അവർക്ക് വേറെ ഒന്ന് ഡെലിവറി ഉണ്ട്. ഇപ്പൊ ഇവിടെ ഒരു കാർഗോന്റെ ഉദ്ഘാടനത്തിന് പോയി അല്ലയിൽ അവര് 1500 ദിർഹംസ് തന്നെ ഓപ്പൺ ആയി പറയാം. 1500 ദിർഹംസ് തന്നെ. 1500 ദിർഹംസിന്റെ ഏകദേശം 1000 ദിർഹംസിനും ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. അതിലിപ്പോ 500 ദിർഹംസിന്റെ കൈക്ക് ബാക്കിയുണ്ട്. അത് അതിലിപ്പോ ഒരു മൂലയിരുട്ടി എനിക്കൊരു 2-3 പുസ്തകം വാങ്ങണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ ഒക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇങ്ങനെ ചാടി വരുന്നവർക്ക് കൊടുക്കണം. പിന്നെ നമ്മൾ പോണ പെട്രോളിന്റെ കൈ എന്തായാലും നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ജോലി ചെയ്യുന്നത് നമ്മള് കുട്ടികൾക്ക് ഇവർക്കും കൊടുത്താലും മറ്റുള്ളത് നമ്മൾ എന്തായാലും പെട്രോൾ ഇപ്പോൾ അല്ലെങ്കിൽ പെട്രോൾ അടിക്കാൻ എന്തായാലും 150 റുപ്യ ദിർഹംസ് വേണം. അപ്പോൾ ബാക്കി നമ്മൾ അങ്ങനെ കൊണ്ട് മാറ്റി വെച്ചു. മക്കളെ വിളിച്ചാലോ? മക്കളെ വിളിച്ചാ എടുത്തോളി. പിന്നെ പ്രത്യേകം എന്റെ പെണ്ണുങ്ങൾ പറയാൻ പറഞ്ഞിരിക്കണ്, ജസീല തെക്കേപീടിയക്കൽ ബീരാൻകുട്ടി മകൾ, ബീരാൻകുട്ടിന്റെ മോള് തിരുനാവായുള്ള ജസീല തെക്കേപീടിയക്കലാണ്. വരി എന്താ പേരെന്താ? ഇൽഫ. ഇവ രണ്ടുപേരും നല്ല സുന്ദരികളാണല്ലോ. എന്തുണ്ട് വിശേഷം? സുഖാണോ? ഇപ്പൊ ഇതിന്റെ കൂടെ വീഡിയോയിലൊക്കെ അടിപൊളിയായിട്ടാണല്ലോ ഉണ്ടാല്. ഇതൊക്കെ എങ്ങനെ പറയണേ? എങ്ങനെ പറയണേ?
ഇപ്പച്ച പറഞ്ഞിട്ട് പറയാണ്. ആണോ? ഇപ്പച്ചി എന്താ പറയല്? അവർക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞോളിന്ന് അറിയാം. അപ്പൊ ഓരോ ഇഷ്ടത്തിനുള്ളത് എന്താ പറയല്? ഇഷ്ടമുള്ളത് എന്തൊക്കെയാ പറയല്? പറ. ചങ്കളെ ജിഞ്ചിനാക്കണി പറഞ്ഞ ജിഞ്ചിനാക്കണി ചങ്കളെ ഏറെക്കുറെയാണ് അധികം പറയല് അല്ലേ? ഏറെക്കുറെ പറ. ഏറെക്കുറെ ഞാൻ ഹമീദ് കുറ്റൂർ. എന്താ പറയാ? നല്ലതന്നെ. നല്ലതന്നെ. ഇനി എന്താണ് ഇപ്പച്ചി കൊറേ സാധനമൊക്കെ ആൾക്കാർക്ക് കൊടുക്കണില്ലേ? അപ്പൊ ഇഷ്ടമാണ് മോക്ക് കൊടുക്കണേ? മോക്ക് വേണമെന്ന് ആണോ? ഇഷ്ടമാണ്. എന്താ ആൾക്കാർ വന്നിട്ട് എന്തെങ്കിലും മോളെ കാണലൊക്കെ ഉണ്ടോ? ഇന്നാ ഇപ്പൊ 2 ദിവസം മുമ്പ് ഒരു ഉദ്ഘാടനത്തിനോട് പോയിരുന്നില്ല രണ്ടാളും കൂടെ? അതെന്തേനി? തന്നെ. എന്നിട്ട് മിഠായി കിട്ടിയോ? ഓൾക്ക് അഡീഷണൽ ചാർജ് ഉണ്ട് ഇപ്പൊ ഫോട്ടോ എടുക്കാൻ. ചാർജ് ഉണ്ടാ? എത്രയാണ് പൈസ വാങ്ങണ്ടേ? ഫോട്ടോ ചാർജ് ഉണ്ടോന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലായിട്ട് അതാണ്. പൈസ ഫോട്ടോ എടുക്കാൻ പൈസ എടുത്തിട്ടില്ല ഫോട്ടോ എടുക്കണ്ടേ? പൈസ വേണ്ട. പൈസ വേണ്ടല്ലേ? ആണല്ലേ? പക്ഷെ മാഷാഅല്ലാ കൈക്ക് എന്തെങ്കിലും കിട്ടിയാൽ തന്നെ അവര് നമ്മളെ കൊടുക്കല്. ഇപ്പൊ വണ്ടിയിൽ നിന്ന് പോകുമ്പോ എന്തോ ഒരു സാധനം കൊടുക്കാൻ വേണ്ടി ഇവർ ആരോ എന്തോ പറഞ്ഞു. എന്തോ സാധനം കൊടുക്കാൻ പറഞ്ഞു നിങ്ങള്, അത് ആർക്കെങ്കിലും കൊടുത്തൂടെന്നോ അങ്ങനെ എന്തൊക്കെയാ അവരെന്നെ സ്വയം ഇപ്പോ അത് നമുക്ക് കൊടുത്തൂടെ ഇത് കൊടുത്തൂടെന്ന് ഇങ്ങനെ അവരിങ്ങനെ ഇവര് തന്നെ നമ്മളോട് ഇങ്ങോട്ട് പറയല്ലോ. നമുക്ക് നമ്മളെ സ്റ്റോറിലൊന്നും പോയേക്കല്ലോ? സ്റ്റോറിൽ എന്തെങ്കിലും ഉണ്ടോ? സ്റ്റോറിലില്ല, ഫുള്ള് കച്ചറ. 3 ഐറ്റംസുകൾ തന്നെ ഉള്ളൂ. ഇന്നലെ ഇപ്പൊ ഫുള്ള് നാട്ടിലേക്ക് കയറിപ്പോയി. ആണോ? ഓക്കെ. നമ്മള് ഇപ്പൊ പമ്പേഴ്സ്, ഞാൻ ഇവിടുന്ന് പോകുമ്പോ തന്നെ നമ്മള് അവിടുന്ന് പമ്പേഴ്സ് ഉണ്ടായിരുന്നു. പമ്പേഴ്സ് പറഞ്ഞാല് നമ്മളെ എന്റെ ഭാഷയിൽ ഇവളോടൊക്കെ ഒരു ഇഷ്ടം തോന്നിയത് ഇവൾക്ക് ഇപ്പൊ അടുത്ത് വാങ്ങിക്കൊടുത്താണ്. ആണോ? ഞാൻ കണ്ടിരുന്നു എന്റെ വീഡിയോ. അതായത് ഇവള് രാത്രി കിടക്കുമ്പോ ഇവളോട് പറയുന്നുണ്ട്, എനിക്ക് സ്വർണത്തിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഇപ്പച്ചിന്റെ അടുത്ത് പൈസ ഇല്ലാഞ്ഞിട്ടല്ലേ വാങ്ങാത്തതെന്ന് പറഞ്ഞപ്പോ ആകെ ഞാൻ തളർന്നു പോയി. പിന്നെ ഇനിയിപ്പോ നമ്മള് നാട്ടുകാരെ മുഴുവൻ സഹായിച്ചിട്ട് സ്വന്തം മക്കളെ സഹായിച്ചില്ലെങ്കിൽ വേറൊന്നും അപമാനം വേറൊന്നുമില്ലല്ലോ. ഫോട്ടോ ജിഞ്ചിനാക്കി ആണോ ഉപ്പച്ചി വാങ്ങിയത്? ഇഷ്ടായോ? നല്ല വെച്ചുണ്ടല്ലോ കാണാന്. സൂപ്പർ. എവിടുന്നാ വാങ്ങിയത്? ഞങ്ങള് ഇവിടെ ഇങ്ങനെ പോയപ്പോഴേ ഇങ്ങനെ യാദർശികമായിട്ട് അവിടെ കേറിയപ്പോ ഇത് മൈൻഡൊക്കെ കേറി വന്ന ജ്വല്ലറി കണ്ടപ്പോൾ അപ്പൊ അങ്ങനെ മേടിച്ചു കൊടുത്താണ്. ഓക്കെ, നല്ല രസമുണ്ട് കേട്ടോ. സൂപ്പറാ, രണ്ടുപേരും അടിപൊളിയാ. സ്കൂളിലൊക്കെ പോകുന്നുണ്ടോ? നാട്ടിൽ നിന്ന് ഓൺലൈനായിട്ട് പഠിക്കുന്നല്ലേ? പിന്നെ നമുക്ക് ഈന്തപ്പഴം പഠിച്ചാലോ കുറച്ച്? ഞാൻ CD എടുത്തുണ്ട്. അല്ല നല്ല അടിപൊളി അടിപൊളി. എന്താ പറയുക, ഒരു ചമർപ്പില്ല. നിങ്ങൾ ചിലയിടത്ത് ചിലപ്പോൾ നിന്നാൽ ഒരു ഇതുണ്ടാവും. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്, ഒരു രക്ഷയില്ല. ഭയങ്കര മധുരം, അടിപൊളി ടേസ്റ്റ് ആണ്. അടിപൊളി ടേസ്റ്റ്. ചെറുനാരങ്ങയാണ്, നല്ല കുഞ്ഞ് ചെറുനാരങ്ങയാണ്. നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി തന്നാട്ടോ. അതിനായിട്ട് നമ്മൾ ഇതുണ്ടാ സാധാ ബ്രഷും മേലെ ഇതാക്കിയിട്ട് മൾട്ടിപർപ്പസ് ചെറുനാരങ്ങ വാങ്ങേണ്ട ആവശ്യമില്ല അല്ലേ? ഇത് ഫുൾ ടൈം ഇവിടെ ഉണ്ടാവും. ആകെ ഒരു 3 മാസത്തെ ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ ഇല്ലാത്ത ബാക്കിയൊക്കെ ഉണ്ടാവും. ഒരാളും കൂടി ഉണ്ട്, ആള് മിസ്സാ. കുഞ്ഞ് ഇതിപ്പോ ഈ അടുത്ത് കണ്ടിരുന്ന പൂച്ച. ഇത് ഭയങ്കര സംഭവം. ഇത് നമ്മളെ ഓഫീസിലുള്ള വേറൊരു മസൂല് ഇത് ചത്ത് കിടക്കേന്, അങ്ങനെ തന്നെ പറയാം. അവർ വെള്ളം ഒഴിച്ചിട്ടൊന്നും ഒരു രക്ഷയില്ല. ഇതിന്റെ താടിയും ഇവിടെ പ്രാവുകളൊക്കെ കൊത്തിയിട്ട് മുറിയായിട്ട് മയതായി കിടക്കേന്. അവിടുന്ന് കൊടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഫുള്ള് സെറ്റാക്കിയിട്ട് ഇപ്പോൾ റെഡിയായി വന്നതാ. ഇതിപ്പോ നമ്മളിപ്പോ ഇതിപ്പോ കച്ചറയിൽ വേണ്ടെന്ന് വെച്ചാൽ ഒഴിവാക്കണെങ്കിൽ ഇനിയിപ്പോ ഇത് നമ്മൾ എന്ത് ചെയ്യാ, ഇതിലിട്ട് കാണുന്നത് ഇവിടെ സെറ്റാക്കി. ഒരു കുട്ടിക്കുള്ള സന്തോഷമാണ് ഈ കാണുന്നത്. ആരും അറിയാതെ എവിടെയോ വേസ്റ്റിൽ പോകേണ്ട ഒരു സംഭവമാണ്. എന്തായാലും ഒരു കുട്ടിയുടെ മുഖത്ത് സന്തോഷം വിരിയിക്കാൻ ഇത് കഴിയും. എത്ര ആളുകളെ കരഞ്ഞറിയോ ഓരോ സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ. എന്നുവെച്ചാൽ വീൽ ചെയർ, പമ്പേഴ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ അവരൊരു സന്തോഷം അപാരം. ഇപ്പൊ ഒരുപാട് ആളുകൾ തരുന്നുണ്ട്, ഈ ഫാർമസിക്കാർ ഒരുപാട് ആളുകൾ തരുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അതേമാതിരി
എന്തായാലും ഇനി ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ സഹായിക്കാൻ കഴിയട്ടെ, അവരുടെയൊക്കെ മുഖത്ത് സന്തോഷം വിടർത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അത് വലിയ കാര്യമാണ്. മറ്റൊരാളുടെ മുഖത്ത് ഒരു നിസ്വാർത്ഥമായിട്ട് സന്തോഷം. നമ്മൾ ചെയ്യുന്നത് വലിയ കാര്യങ്ങളൊന്നുമല്ല, ചെറുതാണ്, പക്ഷെ നമുക്ക് അതിൽ നമ്മള് സാറ്റിസ്ഫൈഡ് ആണ് എന്നർത്ഥം. അവരും അതേമാതിരി. അതെ, ഏതായാലും അല്ലാഹു ഹൈറാക്കട്ടെ. അടിപൊളി. അപ്പൊ ഇത്രയൊക്കെയാണ് വരാനും കാണിക്കാനുള്ള പേരക്കുറെ.